ഗൈസ് ഞാനേ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് വന്നിട്ടില്ല, ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല, എനിക്ക് വന്നിട്ടില്ല ബോഡി ഷെയ്മിങ് ആണെങ്കിലും വേണ്ടാത്ത വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാണെങ്കിലും പിന്നൊരു മോശക്കാരിയാക്കി കണ്ട് ചിത്രീകരിച്ചിട്ടുള്ള കമൻസ് ആണെങ്കിലും ഒക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ നിന്നാട്ടോ കിട്ടിയിട്ടുള്ളത്. ഏജ്ഡ് പറഞ്ഞാൽ ഒരു 45+ ഉള്ള ആൾക്കാരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അതന്നെ ഇന്നെ ഇപ്പം ഫേസ്ബുക്കിലാണെന്ന് വെച്ചെങ്കിൽ ഇന്നെ കിളവിന്ന് വരെ വിളിച്ചിട്ടൊരു മനുഷ്യനുണ്ട് കേട്ടോ. അതും അയാളെ കാണണം. എൻ്റെ വാപ്പാൻ്റെ പ്രായം ഉണ്ടാവും അയാൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഏജ്ഡ് ആണെന്നുള്ളത്. ഞാൻ ഫോട്ടോ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒരാൾ ഫോട്ടോസ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിലല്ല. എന്താ വെച്ചാൽ അത് ചിലപ്പോൾ ഓർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഞാൻ ഒരൊറ്റ തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സഹിക്കെട്ടിട്ട് ഒരാൾ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേണ്ടാത്ത സംസാരിച്ചപ്പോൾ ഞാനത് അയാളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ അപ്പം തന്നെ ഡിലീറ്റാക്കി. അയാളും ഇതേപോലെ തന്നെ ബോഡി ഷെയ്മിങ് തന്നെ ഉണ്ടോ, അയാളെ കാണാൻ ആണാണോ അറിയില്ല പെണ്ണാണോ അറിയില്ല, അങ്ങനത്തെ കോലം. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ചെയ്യണോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതിനൊക്കെ ഒരു മാനേഴ്സ് ഉണ്ട്. ഈ മാനേഴ്സ് ഇപ്പോൾ ഒരാൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിന് നെഗറ്റീവ് പറയാം, നോ പ്രോബ്ലം. പക്ഷെ അത് തെറി വേർഡ്സിൽ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ മോശക്കാരിയാക്കി ചിത്രീകരിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് അത് അത്രക്ക് ദഹിക്കൂലല്ലോ. ഇപ്പോൾ ഓർക്കാണെന്ന് വെച്ചെങ്കിൽ ദഹിക്കുമോ ഇല്ല. ഇപ്പോൾ ഒരാൾ പിന്നെ കുറിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നു കൂട്ടിക്കോ. അതേ സമയം നമ്മൾ അതേപോലെ പറഞ്ഞാൽ ഓനക്ക് പറ്റുമോ? അയാൾക്ക് പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ എന്ന് പറഞ്ഞാൽ ഓർക്ക് പറ്റൂല. അങ്ങനെ തന്നെയാണ് എല്ലാവരെയും അവസ്ഥ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളും പാരൻസിനെ പറയണതോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയണതോ ഒരാൾക്കും പറ്റൂല. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ പറയണുള്ളൂ. കിളവന്മാരാണ് നെഗറ്റീവ്സ് കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ലേ. നെഗറ്റീവ്സ് ആണെങ്കിലും വൃത്തിയായിട്ട രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ആണെങ്കിലും ഒക്കെ കിളവന്മാരാട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനു വേണ്ടി ഈ ചെക്കന്മാരുണ്ടല്ലോ ഓരോക്കെ അങ്ങനത്തെ ഇനിയിപ്പോൾ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ തന്നെ ഓൽക്കൊരു മാനേഴ്സ് ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരു നെഗറ്റീവ്സ് പറയുള്ളൂ. അല്ലാത്തൊരു ഫേക്ക് ഐഡിയിലാണ് വരുന്നതാണ് പറയാട്ടോ. അതിനി ചെക്കന്മാരാണോ എനിക്കറിയില്ല. അതേപോലെ തന്നെ ആ കാണണം. ഇനിയിപ്പോൾ നെഗറ്റീവ്സ് അല്ല പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും പറയുന്ന ചെക്കന്മാരെ ഗ്ലാമർ കാണണം. നല്ല ഗ്ലാമറുള്ള ചെക്കന്മാർ ഇങ്ങനെ ഈ നെഗറ്റീവ്സോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങോ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഓരൊക്കെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാം. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഓല് നല്ല ഭംഗിയുള്ള ചെക്കന്മാരാണ്. അപ്പോൾ ഓൾക്ക് ആ ഒരു കാര്യത്തിലെങ്കിലും ഓല് പെർഫെക്റ്റാണ്. കാരണം നല്ല ഗ്ലാമർ ഉണ്ട് ഓര്. അതുകൊണ്ട് അവർക്ക് പറയണതിന് ഇതില്ല. ബോഡി ഷെയ്മിങ് സ്വാഭാവികമായിട്ട് ആരും ചെയ്യണതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം ചെയ്താൽ തന്നെ നല്ല ഗ്ലാമറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ സമ്മതിച്ചു കൊടുക്കാം. നമ്മൾ അതിന് മാത്രമല്ല ഓരോരുത്തരൊന്നും ഇല്ല എന്ന് പറയാം. ഇത് 5 പൈസക്ക് ഇല്ലാത്ത കിളവന്മാർ വന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിലും കിളവന്മാർക്കാണല്ലോ അളക്കം കൂടുതൽ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. എൻ്റെ എഫ് ബിത്തെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം എത്ര കിളവന്മാരാണ് വന്നിട്ട് വേണ്ടാത്ത രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള. ഞാൻ പിന്നെ അതൊന്നും ഡിലീറ്റ് ആക്കാൻ പോയിട്ടില്ല. കാരണം ഇവരൊക്കെ വിചാരം ഈ നെഗറ്റീവ്സ് അടിക്കുന്നതോറും ഇങ്ങനെ ഡള്ളായി പോവുക ചെയ്യാമെന്നാണ് ആൾക്കാർ. പക്ഷേ ഈ നെഗറ്റീവ്സ് അടിക്കുന്നതോറും അയാൾ ഹൈ ആയിട്ട് പോവുക ചെയ്യുള്ളൂ. കാരണം ഒരാളെയും ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ.